പുറപ്പാട് അധ്യായം 30. ധൂപാർപ്പണത്തിനായി കരുവേല മരം കൊണ്ട് ഒരു ബലിപീഠം പണിയണം. അത് സമചതുരമായിരിക്കണം. നീളവും വീതിയും 1 മുഴം, ഉയരം 2 മുഴം. കൊമ്പുകൾ അതിനോടൊന്നായി ചേർന്നിരിക്കണം. മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിയണം. മുകൾ വശത്ത് ചുറ്റിലും സ്വർണം കൊണ്ടുള്ള അരികുപാളി പിടിപ്പിക്കണം. അതിന് കീഴേ 2 മൂലകളിലും ഓരോ സ്വർണവളയം പിടിപ്പിക്കണം. മറുവശത്തും ഇപ്രകാരം ചെയ്യണം. അവ പീഠത്തെ വഹിക്കുവാനുള്ള തണ്ടുകൾ ഇടുന്നതിനാണ്. തണ്ടുകൾ കരുവേല മരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിയണം. ഞാൻ നിന്നെ സന്ദർശിക്കുന്ന സ്ഥലമായ സാക്ഷ്യപേടകത്തിന് മുകളിലുള്ള കൃപാസനത്തിൻ്റെയും സാക്ഷ്യപേടകത്തെ മറയ്ക്കുന്ന തിരശ്ശീലയുടെയും മുൻപിൽ അത് സ്ഥാപിക്കണം. ഓരോ പ്രഭാതത്തിലും വിളക്കുകൾ ഒരുക്കുമ്പോൾ അഹറോൻ പീഠത്തിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കണം. സായാഹ്നത്തിൽ ദീപം കൊളുത്തുമ്പോഴും അവൻ അതിന്മേൽ പരിമളദ്രവ്യങ്ങൾ പുകയ്ക്കട്ടെ. തലമുറ തോറും എന്നേക്കും കർത്താവിൻ്റെ മുൻപിൽ ഈ ധൂപാർപ്പണം നടക്കണം. അവിശുദ്ധ ധൂപമോ ദഹനബലിയോ ധാന്യബലിയോ അതിന്മേൽ അർപ്പിക്കരുത്. ദ്രാവക നൈവേദ്യവും ഒഴിക്കരുത്. പാപപരിഹാര ബലിയുടെ രക്തം കൊണ്ട് വർഷത്തിലൊരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകളിൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം. തലമുറ തോറും ഇപ്രകാരം ചെയ്യണം. ഇത് കർത്താവിന് അതിവിശുദ്ധമാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിൽ ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ തങ്ങളുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ ജീവന് വേണ്ടി കർത്താവിന് മോചനദ്രവ്യം കൊടുക്കണം. ജനസംഖ്യക്കണക്കിൽ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയും വിശുദ്ധ മന്ദിരത്തിൽ നിലവിലുള്ള കണക്കനുസരിച്ച് 1/2 ഷെക്കൽ വീതം കർത്താവിന് കാണിക്കയായി കൊടുക്കണം. 1 ഷെക്കൽ 20 ഗേര. ജനസംഖ്യക്കണക്കിൽ ഉൾപ്പെടുന്ന 20 വയസ്സും അതിനു മേലും പ്രായമുള്ള ഓരോ വ്യക്തിയും ഈ കാണിക്ക കർത്താവിന് നൽകണം. പാപപരിഹാരത്തിനായി കർത്താവിന് ഈ കാണിക്ക നൽകുമ്പോൾ 1/2 ഷെക്കൽ മാത്രമേ നൽകാവൂ. ധനികൻ കൂടുതലോ ദരിദ്രൻ കുറവോ കൊടുക്കാൻ പാടില്ല. ഇസ്രായേൽ ജനത്തിൽ നിന്ന് പാപപരിഹാരത്തുക സ്വീകരിച്ച് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കണം. അങ്ങനെ നിങ്ങൾക്ക് പാപപരിഹാരത്തിന് ഉതകും വിധം അത് ഇസ്രായേൽ ജനത്തെ കർത്താവിൻ്റെ സ്മരണയിൽ കൊണ്ടുവരും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഓടുകൊണ്ട് ഒരു ക്ഷാളന പാത്രം നിർമ്മിക്കണം. അതിൻ്റെ പീഠവും ഓടുകൊണ്ടുള്ളതായിരിക്കണം. അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് വയ്ക്കണം. അതിൽ വെള്ളമൊഴിക്കണം. അഹ്റോനും പുത്രന്മാർക്കും കൈകാലുകൾ കഴുകുന്നതിന് വേണ്ടിയാണത്. അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ ശുശ്രൂഷയ്ക്കായി ബലിപീഠത്തെ സമീപിച്ച് കർത്താവിന് ദഹനബലി അർപ്പിക്കുകയോ ചെയ്യുമ്പോൾ കൈകാലുകൾ കഴുകണം. അല്ലെങ്കിൽ അവർ മരിക്കും. മരിക്കാതിരിക്കുന്നതിന് അവർ കൈകാലുകൾ കഴുകണം. ഇത് അവർക്ക് എന്നേക്കുമുള്ള ഒരു കൽപ്പനയാണ്. അവനും അവൻ്റെ സന്തതികൾക്കും തലമുറ തോറുമുള്ള കൽപ്പന. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മികച്ച സുഗന്ധദ്രവ്യങ്ങൾ എടുക്കുക. വിശുദ്ധ മന്ദിരത്തിൽ നിലവിലിരിക്കുന്ന ഷെക്കലിൻ്റെ കണക്കനുസരിച്ച് 500 ഷെക്കൽ ശുദ്ധമായ മീറയും 250 ഷെക്കൽ സുഗന്ധമുള്ള കറുവാപ്പട്ടയും 250 ഷെക്കൽ സുഗന്ധ സസ്യവും 500 ഷെക്കൽ അമരിപ്പട്ടയും 1 ഹിൻ ഒലിവെണ്ണയും എടുക്കുക. സുഗന്ധ തൈലങ്ങൾ നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഒരു വിശുദ്ധ തൈലമുണ്ടാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കും. സമാഗമ കൂടാരവും സാക്ഷ്യപേടകവും അതുകൊണ്ട് അഭിഷേകം ചെയ്യണം. മേശയും വിളക്കുകാലും അവയുടെ ഉപകരണങ്ങളും, ധൂപപീഠവും ദഹനബലിപീഠവും ഉപകരണങ്ങളും, ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും നീ അഭിഷേചിക്കണം. ഏറ്റവും പരിശുദ്ധമാകേണ്ടതിന് അവയെ നീ വിശുദ്ധീകരിക്കണം.
അവയെ സ്പർശിക്കുന്നതെല്ലാം വിശുദ്ധമാകും. പുരോഹിതരായി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അഹ്റോനെയും പുത്രന്മാരെയും അഭിഷേകം ചെയ്യുകയും വേർതിരിച്ച് നിർത്തുകയും ചെയ്യുക. നീ ഇസ്രായേൽക്കാരോട് പറയണം, ഇത് തലമുറ തോറും എനിക്കായുള്ള അഭിഷേക തൈലമായിരിക്കും. ഇത് സാധാരണക്കാരുടെ മേൽ ഒഴിക്കരുത്. കൂട്ടുവസ്തുക്കൾ ഈ കണക്കിൽ ചേർത്ത് മറ്റൊരു തൈലം ഉണ്ടാക്കുകയും അരുത്. ഇത് വിശുദ്ധമാണ്. നീ ഇതിനെ വിശുദ്ധമായി കരുതണം. ആരെങ്കിലും ഇതുപോലൊരു ചേരുവ ഉണ്ടാക്കുകയോ സാധാരണക്കാരൻ്റെ മേൽ ഒഴിക്കുകയോ ചെയ്താൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ദേവദാരു തൈലം, നറുംപശ, ഗുൽഗുലു, കുന്തുരുക്കം എന്നീ സുഗന്ധദ്രവ്യങ്ങൾ സമമായി എടുക്കുക. സുഗന്ധതൈലം നിർമ്മിക്കുന്ന വിദഗ്ധനെ പോലെ ഇവയെല്ലാം കൂട്ടിക്കലർത്തി ഉപ്പും ചേർത്ത് ധൂപാർപ്പണത്തിനുള്ള വിശുദ്ധമായ സുഗന്ധദ്രവ്യമുണ്ടാക്കുക. അതിൽ നിന്ന് കുറേയെടുത്ത് നേർമയായി പൊടിച്ച് ഒരു ഭാഗം ഞാൻ നിങ്ങളെ സന്ദർശിക്കുന്ന സമാഗമ കൂടാരത്തിലെ സാക്ഷ്യവേടകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുക. അതിനെ ഏറ്റവും പവിത്രമായി കരുതണം. നിങ്ങൾക്ക് വേണ്ടി ഈ ചേരുവക്കണക്കനുസരിച്ച് സുഗന്ധദ്രവ്യമുണ്ടാക്കരുത്. കർത്താവിന് വിശുദ്ധമായ ഒന്നായി ഇതിനെ കരുതണം. പരിമളത്തിനു വേണ്ടി ആരെങ്കിലും അതുണ്ടാക്കിയാൽ അവൻ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. Chapter 30. For burning incense you shall make an altar of acacia wood with a square surface, a cubit long, a cubit wide, and 2 cubits high, with horns that spring directly from it. Its grate on top, its walls on all 4 sides, and its horns you shall plate with pure gold. Put a gold molding around it. Underneath the molding you shall put gold rings, 2 on one side and 2 on the opposite side, as holders for the poles used in carrying it. Make the poles 2 of acacia wood and plate them with gold. This altar you are to place in front of the veil that hangs before the ark of the commandments, where I will meet you. On it Aaron shall burn fragrant incense, morning after morning when he prepares the lamps, and again in the evening twilight when he lights the lamps he shall burn incense. Throughout your generations this shall be the established incense offering before the Lord. On this altar you shall not offer up any profane incense or any holocaust or cereal offering, nor shall you pour out a libation upon it. Once a year Aaron shall perform the atonement rite on its horns. Throughout your generations this atonement is to be made once a year with the blood of the atoning sin offering. This altar is most sacred to the Lord. The Lord also said to Moses, When you take a census of the Israelites who are to be registered, each one, as he is enrolled, shall give the Lord a forfeit for his life, so that no plague may come upon them for being registered. Everyone who enters the registered group must pay a half shekel, according to the standard of the sanctuary shekel, 20 gerahs to the shekel. This payment of a half shekel is a contribution to the Lord. Every one of 20 years or more who enters the registered group must give this contribution to the Lord. The rich need not give more, nor shall the poor give less than a half shekel in this contribution to the Lord to pay the forfeit for their lives. When you receive this forfeit money from the Israelites, you shall donate it to the service of the meeting tent, that there it may be the Israelites' reminder before the Lord of the forfeit paid for their lives. The Lord said to Moses, For ablutions you shall make a bronze laver with a bronze base. Place it between the meeting tent and the altar and put water in it. Aaron and his sons shall use it in washing their hands and feet. When they are about to enter the meeting tent, they must wash with water, lest they die. Likewise, when they approach the altar in their ministry, to offer an oblation to the Lord, they must wash their hands and feet, lest they die. This shall be a perpetual ordinance for him and his descendants throughout their generations. The Lord said to Moses, Take the finest spices, 500 shekels of free-flowing myrrh, half that amount, that is, 250 shekels of fragrant cinnamon, 250 shekels of fragrant cane, 500 shekels of cassia, all according to the standard of the sanctuary shekel, together with a hin of olive oil, and blend them into sacred anointing oil.
perfumed ointment expertly prepared. With this sacred anointing oil you shall anoint the meeting tent and the ark of the commandments, the table and all its appurtenances, the lampstand and its appurtenances, the altar of incense and the altar of holocausts with all its appurtenances, and the laver with its base. When you have consecrated them, they shall be most sacred. Whatever touches them shall be sacred. Aaron and his sons you shall also anoint and consecrate as my priests. To the Israelites you shall say, As sacred anointing oil, this shall belong to me throughout your generations. It may not be used in any ordinary anointing of the body, nor may you make any other oil of a like mixture. It is sacred, and shall be treated as sacred by you. Whoever prepares a perfume like this, or whoever puts any of this on a layman, shall be cut off from his kinsmen. The Lord told Moses, Take these aromatic substances, storax and onycha and galbanum, these and pure frankincense in equal parts, and blend them into incense. This fragrant powder, expertly prepared, is to be salted and so kept pure and sacred. Grind some of it into fine dust, and put this before the commandments in the meeting tent, where I will meet you. This incense shall be treated as most sacred by you. You may not make incense of a like mixture for yourselves. You must treat it as sacred to the Lord. Whoever makes an incense like this for his own enjoyment of its fragrance shall be cut off from his kinsmen.